ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് നാടോടിക്കാറ്റ് മലയാള ചലച്ചിത്രമാണ്. അതിൻ്റെ ഒരു റിവ്യൂ ആണ് ഞാനിന്ന് അവതരിപ്പിക്കുന്നത്. സത്യൻ അന്തിക്കാടാണിത് സംവിധാനം ചെയ്തിരിക്കുന്നത്. സിദ്ദിഖ് ലാൽ ജോഡിയുടേതാണ് കഥ. ഇവരുടെ കഥയെ ആസ്പദമാക്കി ശ്രീനിവാസൻ തിരക്കഥ എഴുതി. 1987 ഈ മലയാള ചലച്ചിത്രം പുറത്തിറങ്ങി. മോഹൻലാൽ ശ്രീനിവാസൻ കൂട്ടുകെട്ടിൽ വളരെ മനോഹരമായ കോമഡിയായി മാറിയ ഒരു കോമഡി ചലച്ചിത്രമായിരുന്നു ഇത്. ദാസൻ എന്നറിയപ്പെടുന്ന രാംദാസും വിജയനും ഒരു കമ്പനിയിൽ കുറഞ്ഞ ശമ്പളത്തിൽ പ്യൂൺമാരായി ജോലി നോക്കുന്നതാണ് കഥയുടെ തുടക്കം. അപ്പോൾ മോഹൻലാൽ എന്ന ദാസൻ, മോഹൻലാലാണിതിൽ ദാസനായിട്ട് വേഷമിടുന്നത്. അദ്ദേഹം BCom ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായതാണ്. എപ്പോഴും ഒരു ഗമിക്ക് വേണ്ടി ഞാൻ BCom ഫസ്റ്റ് ക്ലാസ് ആണെന്ന് പറയുന്നു. തൻ്റെ കൂട്ടുകാരനായ വിജയനി നീ പ്രീ ഡിഗ്രി അല്ലേ എന്നും പറയുന്നു. അതുപോലെ തന്നെ സൗന്ദര്യത്തിൻ്റെ കാര്യത്തിലും ദാസന് ഒരു പടി മുന്നിലാണ്, വിജയനേക്കാൾ മുന്നിലാണ്. എപ്പോഴും അത് പറയുകയും വിജയന് അതിൽ അലോസരമുണ്ടാവുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ യോഗ്യത കുറഞ്ഞ മേലുദ്യോഗസ്ഥരെ സേവിക്കേണ്ടി വരുന്നതിൽ ദാസന് വളരെയധികം അതൃപ്തി ഉണ്ടാകുന്നു. ഇവരുടെ രണ്ടുപേരുടെയും കൂട്ടുകെട്ട്, സൗഹൃദം തമാശകൾ നിറഞ്ഞതും രസകരവുമാണ് ഈ സിനിമയിലെ ഉടനീളം. നമ്മൾ ഇന്നും ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ചിരിച്ച് തലയറയും. ഇതിലെ പല വാക്കുകളും ഇന്നും കോമഡിക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. വീട്ടുജോലികളെല്ലാം ചെയ്യാൻ ദാസൻ പലപ്പോഴും വിജയനോട് കൽപ്പിക്കുന്നു. രണ്ടുപേരും കുറഞ്ഞ വാടകയ്ക്ക് ഒരു റൂമിലാണ് താമസിക്കുന്നത്. അതുപോലെ തന്നെ രണ്ടുപേരും പുതിയ MD വരുന്നതും കാത്തിരിക്കുകയാണ്. പുതിയ MD വരുമ്പോൾ ഒരു ജോലിക്കയറ്റം അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഓഫീസിലേക്ക് പോകും വഴി ഒരു വെൽ ഡ്രസ്ഡായ ഒരാൾ വാഹനത്തിൽ പോകുമ്പോൾ ഒരു പ്രത്യേക സന്ദർഭത്തിൽ അദ്ദേഹത്തോട് കയറുകയും അദ്ദേഹത്തിൻ്റെ വണ്ടി പഞ്ചറാക്കുകയും ഒക്കെ ചെയ്യുന്നു. ഇവർ ഓഫീസിലെത്തുമ്പോൾ തങ്ങൾ വഴക്കുണ്ടാക്കിയ ആളാണ് MD എന്നറിയുന്നു. അങ്ങനെ MDയുടെ മുൻപിൽ രണ്ടുപേരും ചെല്ലുന്നില്ല. എങ്ങനെയെങ്കിലും അവിടെ നിന്നും തമ്മിൽ കണ്ടുമുട്ടാനുള്ള രംഗങ്ങൾ ഒഴിവാക്കുന്നു. എന്നാൽ സഹപ്രവർത്തകർ കൊണ്ടുപോയ ഗ്രൂപ്പ് ഫോട്ടോ കണ്ട് MD ഇവരെ തിരിച്ചറിയുന്നു. അങ്ങനെ അവരുടെ ജോലി നഷ്ടപ്പെടുന്നു. കമ്പനിയിൽ നിന്നും അവരെ പിരിച്ചുവിടുന്നു. ഇതാണ് കഥയുടെ ഒരു ഭാഗം. അപ്പോൾ ഈ കഥയിൽ ഒരു കാലത്ത് കേരളത്തെ ബാധിച്ചുകൊണ്ടിരുന്ന തൊഴിലില്ലായ്മയും ദാരിദ്ര്യവുമാണ് ഈ തിരക്കഥയിൽ വളരെ നല്ല രീതിയിൽ വിവരിച്ചിരിക്കുന്നത്. അപ്പം തൊഴിലില്ലാത്ത രണ്ട് ചെറുപ്പക്കാർ, അന്ന് ആ സിനിമ കാണുന്നവർക്ക് അക്കാലത്തുള്ളവർക്കെല്ലാം അറിയാം ജോലി തിണ്ടി നടക്കുന്നതും വരുമാനമില്ലാത്തതും അതുപോലെ തന്നെ വീടുകളിൽ അധികപ്പറ്റുമൊക്കെ ആകുന്ന, വിദ്യാഭ്യാസമുണ്ടായിട്ടും ഒരു വരുമാനമൊന്നുമില്ലാത്ത ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ചെറുപ്പക്കാരുടെ പ്രതിനിധികളാണ് ദാസനും വിജയനും. ജോലി നഷ്ടപ്പെട്ട ഇവർ ഒരു ലോൺ എടുത്ത് 2 പശുക്കളെ വാങ്ങുന്നു. എന്നാൽ അതിലവർ കബളിപ്പിക്കപ്പെട്ടു. അവർ ഉദ്ദേശിച്ചത്ര പാല് പശുവിൽ നിന്നും കിട്ടുന്നില്ല. അപ്പോൾ അവർ പശുവിനെ വിറ്റ് ഗൾഫിലേക്ക് പോകുവാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ഗൾഫിൽ കൊണ്ടുപോകുന്ന ഏജൻ്റാണ് ഗഫൂർക്കായിട്ട് വേഷമിടുന്നത് മാമുക്കോയാണ്. അപ്പം നല്ല ഗംഭീരമായ അഭിനയമാണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത്. ഗഫൂർക്ക ദോസ്ത് എന്ന് നമുക്കെല്ലാം അറിയാം, ഏത് മലയാളിക്കും അറിയാം ഗഫൂർക്ക ദോസ്ത്. അദ്ദേഹത്തെ കണ്ടുമുട്ടുകയും ദുബായിൽ അവരെ എത്തിക്കാമെന്ന് പറയുകയും ചെയ്യുന്നു. അങ്ങനെ അവരെ ദുബായ് ആണെന്ന് പറഞ്ഞ് ചെന്നൈയിൽ ആണ് അവർ എത്തുന്നത്.
ദുബായിൽ ചെന്ന് കഴിഞ്ഞുള്ള കാര്യങ്ങളെല്ലാം ഇവർ ഭാവനയിൽ കാണുന്നുണ്ട്. നമ്മൾ ഒരുപാട് സ്വപ്നങ്ങൾ, വലിയ ധനികരാകുന്നതുമായിട്ടോ ഒക്കെയുള്ള സ്വപ്നങ്ങൾ രണ്ടുപേരും ചേർന്ന് കാണുന്നുണ്ട്. അപ്പോഴൊക്കെ ദാസൻ വിജയനോട് ചോദിക്കും, നമുക്ക് ഈ ആശയം നേരത്തെ തോന്നാതിരുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ വിജയൻ്റെ ഒരു മറുപടിയുണ്ട്, എല്ലാത്തിനും അതിൻ്റേതായ ഒരു സമയമുണ്ട് ദാസ മോനെ. ഇതൊക്കെ തിയേറ്റർ ഒന്നടങ്കം പൊട്ടിച്ചിരിപ്പിച്ച രംഗങ്ങളായിരുന്നു. ചെന്നൈയിലെത്തുന്ന അവർ അറബികളുടെ വേഷം ധരിക്കുന്നു. അത് ഗഫൂർക്കയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു. ആ വേഷം ധരിച്ച് നടക്കുമ്പോൾ 2 പേർ വന്ന് അവരുടെ കയ്യിൽ ബലമായിട്ട് സ്യൂട്ട് കേസ് ഏൽപ്പിക്കുന്നു. അത് തുറന്നു നോക്കുമ്പോൾ അതിൽ മയക്കുമരുന്നാണെന്ന് അവർക്ക് മനസ്സിലാവുകയും അവർ അത് പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ സ്യൂട്ട് കേസിൻ്റെ ഉടമ അനന്തൻ നമ്പ്യാറായിട്ട് ഇതിൽ വേഷമിടുന്നത് തിലകനാണ്. അപ്പോൾ തിലകൻ്റെ അഭിനയമൊക്കെ വളരെ രസകരമായിട്ട് നമ്മളെ ചിരിപ്പിക്കുന്നതുമായ അഭിനയമാണ്. CIDകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന ഓരോ രംഗങ്ങളും ഉണ്ട്. CIDകളെ അദ്ദേഹം ഭയക്കുന്നതും ഒക്കെ വളരെ നല്ല രീതിയിൽ അനന്തൻ നമ്പ്യാർ അവതരിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിനിടയിൽ അവരുടെ ഒരു സുഹൃത്ത് ബാലൻ അവർക്ക് അനന്തൻ നമ്പ്യാരുടെ കമ്പനിയിലൊരു ജോലി ശരിയാക്കി കൊടുത്തിരുന്നു 2 പേർക്കും. ആ ഓഫീസിൽ വെച്ച് ആണ് അവർ ശോഭനയാണ് രാധയായിട്ട് വേഷമിടുന്നത്. രാധയെ കണ്ടുമുട്ടി. അങ്ങനെ സുഹൃത്തുക്കളാവുകയും ഒക്കെ ചെയ്യുന്നു. അപ്പോൾ ഇവർ CID ഇവരുടെ കയ്യിൽ ആണ് ഈ മയക്കുമരുന്ന് കിട്ടിയതെന്ന് മനസ്സിലാക്കുന്ന അനന്തൻ നമ്പ്യാർ ഇവർ CIDകളാണ്, വേഷം മാറിയ CIDകളാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. അങ്ങനെ പലപ്പോഴും ഇവരെ ഭയപ്പെടുന്നു. ഇവരെ വകവരുത്തുവാനായിട്ട് അനന്തൻ നമ്പ്യാർ പവനായി, ക്യാപ്റ്റൻ രാജുവാണ് പവനായി ആയിട്ട് വരുന്നത്. പവനായി ശവമായി, മെഷീൻ ഗൺ, മലപ്പുറം കത്തി, ഇതൊക്കെ നമ്മൾ വളരെ രസകരമായിട്ട് പറയുന്ന വേർഡ്സാണ്. അപ്പോൾ പവനായി വരികയും ഇവരുമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലിൽ പവനായി കൊല്ലപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ അനന്തൻ നമ്പ്യാർ ഒന്നുകൂടി ഉറപ്പിച്ചു, ഇത് ശരിക്കുമുള്ള CID തന്നെയാണ്, തന്നെ മയക്കുമരുന്ന് വ്യാപാരം നടത്തുന്നത് തന്നെ പിടിക്കുവാനായിട്ടാണ് ഇവർ വരുന്നത് എന്ന് മനസ്സിലാവുന്നു. അപ്പോൾ ഇവരെ ജോലിയിൽ നിന്നൊക്കെ പിരിച്ചു വിടുകയാണ്. അപ്പോൾ ഈ സമയത്ത് തന്നെയാണ് വെങ്കടേശൻ എന്ന ഒരു ഫാക്ടറി ഓണർ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകനൊരു ഇവർ താമസിക്കുന്ന കോളനിയിലുള്ള ആളുകളെ, പാവപ്പെട്ടവരെ ഒഴിപ്പിക്കാനായിട്ട് വരുന്നുണ്ട്. അവരുടെ സ്ഥാവര ജംഗമ വസ്തുക്കളെല്ലാം പുറത്തേക്ക് എറിയുന്നതൊക്കെ കണ്ട് ദാസൻ ചെന്ന് അവരെ എല്ലാം അതിൽ നിന്ന് രക്ഷിക്കുകയും കോളനിക്കാർ ഇവരെ ദാസനെ അവരുടെ നേതാവായിട്ട് അംഗീകരിക്കുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെ ഈ വെങ്കടേശനുമായിട്ട് ജനാർദ്ദനനാണ് ആ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് മായിട്ട് ഒരു വിരോധം ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ ഈ 2 കൂട്ടർ, കോവി വെങ്കടേശനും അനന്തൻ നമ്പ്യാരും 2 പേരാണ് ഈ CIDകളായിട്ട് തെറ്റിദ്ധരിക്കുന്ന ഇവരുടെ ശത്രുക്കൾ. അവർ 2 കൂട്ടരും ഇവരെ വകവരുത്തുന്നതിന് വേണ്ടിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അനന്തൻ നമ്പ്യാർക്ക് മയക്കുമരുന്ന് വ്യാപാരം നടത്തുവാൻ വേണ്ടി തീരുമാനിക്കുകയും ഒഴിഞ്ഞു കിടക്കുന്ന ഒരു അടച്ചിട്ട ഒരു ഫാക്ടറിയിൽ വെച്ച് നമുക്ക് ഈ ബിസിനസ് ചെയ്യാമെന്ന് അദ്ദേഹം തീരുമാനിച്ച് കൂട്ടാളികളെ അറിയിക്കുന്നു. മിസ്റ്റർ പെരേരയുമായിട്ടുള്ള കൂട്ടുകെട്ടാണ്. അപ്പോൾ അവിടെ പെരേരയോട് വരാൻ പറയുന്നു. അപ്പോൾ ഈ അവസരത്തിൽ തന്നെയാണ് വെങ്കടേശ്വര ഫാക്ടറിയിലേക്ക് നമുക്ക് ഒരു കാര്യം ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ദാസിനെയും വിജയനെയും ക്ഷണിക്കുന്നു. ഇവരവിടെ ചെല്ലുമ്പോൾ, ദാസനും വിജയനും അവിടെ ചെല്ലുന്ന സമയത്താണ് എല്ലാവരും കൂടെ അവിടെ ചെല്ലുന്ന സമയത്ത് ആ അടഞ്ഞു കിടന്ന ഫാക്ടറി തുറന്നിട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ സമയത്താണ് അവരെ ആ ഫാക്ടറിക്ക് ഉള്ളിലുള്ള അനന്തൻ
നമ്പ്യാരുടെ ആളുകൾ. അതിൽ പ്രധാനമായിട്ടും വേഷമിടുന്ന ഗുണ്ടയാണ് കുണ്ടറ ജോണി. അപ്പോൾ അവരെയൊക്കെ കാണുന്നു. അപ്പോൾ ഇവർ മനസ്സിലാക്കുന്നു തങ്ങളുടെ അടുത്ത് കൊണ്ടുവന്ന മയക്കുമരുന്ന് കച്ചവടക്കാരാണെന്ന് മനസ്സിലാവുകയും അപ്പോഴിവർ രണ്ടു കൂട്ടരും തമ്മിൽ അവരെ പിടിക്കാനാണ് ഗേറ്റിന് വെളിയിൽ നിൽക്കുന്ന ആളുകൾ ചെല്ലുന്നതെന്ന് അവർ ചിന്തിക്കുന്നു. അതുപോലെ തന്നെ ഈ വെങ്കടേശനെ വകവരുത്തുവാനായിട്ടാണ് അകത്തുള്ളവർ എന്ന് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിദ്ധരിക്കുകയും രണ്ടു കൂട്ടരും അവിടെ കിടന്ന് ശരിക്കും സംഘട്ടനത്തിലേർപ്പെടുകയും ചെയ്യുന്നു. ഈ സമയത്ത് ആ ഫാക്ടറി അവർ പുറത്തു നിന്നും പൂട്ടുകയും പോലീസിൽ അറിയിക്കുകയും ചെയ്യുന്നു. പോലീസ് വന്ന് ഇവരെല്ലാം കസ്റ്റഡിയിലെടുക്കുന്നു. രണ്ട് ഗുണ്ടാ സംഘങ്ങളെയും കസ്റ്റഡിയിൽ എടുക്കുന്നു. അപ്പം പോലീസ് വളരെ നാളായി തേടിക്കൊണ്ടിരുന്ന മയക്കുമരുന്ന് വ്യാപാരിയാണ് പിടിക്കുന്നത്. അപ്പോൾ ഇതിൽ ഇങ്ങനെയുള്ള കഥാസന്ദർഭങ്ങളെല്ലാം കോർത്തിണക്കിക്കൊണ്ടാണ് ഈ നാടോടിക്കാറ്റ് എന്ന് പറയുന്ന ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടാൽ ഇപ്പോഴും നമ്മൾ ചിരിച്ച് തലയറയും ഇതിലെ പല രംഗങ്ങളും. അതായത് ദുബായിൽ പോകാൻ നേരം രണ്ടുപേരും ചേർന്ന് സ്വപ്നം കാണുന്നതും, അതുപോലെ തന്നെ പശുവിനെ വാങ്ങിച്ചിട്ട് കാണുന്ന സ്വപ്നവും, പശുവിന് കൊടുക്കാൻ വെച്ചിരുന്ന തേങ്ങാപ്പിണ്ണാക്കെടുത്ത് വിശന്നപ്പോൾ തിന്നെന്ന് പറയുന്ന രംഗവും ഒക്കെ വളരെ മനോഹരമായിട്ടാണിതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. അങ്ങനെ എന്തുകൊണ്ടും എക്കാലത്തും മികച്ച ഒരു മലയാള ചലച്ചിത്രം ആയിരുന്നു ഇത്. അതുപോലെ തന്നെ പവനായിയായിട്ട് അഭിനയിക്കുന്നത് ക്യാപ്റ്റൻ രാജുവാണ്. അതുപോലെ തന്നെ ഇവർ അറബികളുടെ വേഷം ധരിച്ച് പോകുന്നത് ദുബായിൽ പോകുമ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉള്ള ഞങ്ങൾ എപ്പോഴും ഇവർക്ക് സ്വപ്നമാണ്. പശുവിനെ വാങ്ങിക്കുമ്പോഴായാലും ദുബായിൽ പോകുമ്പോൾ ആ രംഗം ഓർക്കുമ്പോഴെല്ലാം ഇവരെന്ത് ചെയ്യുന്നു, അതിനെക്കുറിച്ച് ഇവർ നല്ലൊരു നാളേക്ക് വേണ്ടി സ്വപ്നം കാണുകയാണ്, പ്രതീക്ഷ വളർത്തുകയാണ്. അങ്ങനെ രണ്ടുപേരും ഒരുപാട് സ്വപ്നങ്ങൾ കാണുകയും അതുപോലെ തന്നെ രാധയുമായിട്ടുള്ള കൂട്ടുകെട്ട് എല്ലാം നല്ലതായി തീരുകയൊക്കെ ചെയ്യുന്നു. ഒടുവിൽ ഇവർ ചോദിക്കുന്നുണ്ട് പോലീസുകാരോട്, സാർ ഞങ്ങളെ ഒന്ന് പോലീസിൽ എടുത്തുകൂടെ, ജീവിക്കാൻ വേണ്ടി ഞങ്ങൾ പോലീസിൻ്റെ പണി വേണമെങ്കിലും ചെയ്യുവാൻ സന്നദ്ധരാണ് എന്ന് പറയുന്നു. ആ രംഗമൊക്കെ പ്രേക്ഷകരെ വളരെയധികം ഇരുത്തി ചിന്തിപ്പിക്കുന്നതും ചിരിപ്പിക്കുന്നതും ആയിരുന്നു. അങ്ങനെ ഈ ചിത്രം ഇവരെല്ലാം ചേർന്ന് വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു. മീനയാണ് രാധയുടെ അമ്മയായിട്ട് വേഷമിടുന്നത്. എന്തുകൊണ്ടും എക്കാലത്തും മികച്ച ചിത്രങ്ങളിലൊന്നു തന്നെയായിരുന്നു നാടോടിക്കാറ്റ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഒരുപാട് കോമഡി, ഇതിൽ കോമഡി, നർമ്മം തന്നെ, നർമ്മത്തിൽ പൊതിഞ്ഞ ഒരു കഥ തന്നെയാണ്. എല്ലാ രംഗങ്ങളിലും ശ്രീനിവാസൻ്റെ ആ കോമഡി, ശ്രീനിവാസനും ലാലും തമ്മിലുള്ള കോമഡി രംഗങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് അതിൽ ചിത്രീകരിച്ചിരിക്കുന്നു. നമുക്കൊരു ടെൻഷൻ വരുമ്പോൾ, ഏത് ദുഃഖം ഉണ്ടായാലും ഈ സിനിമ എടുത്തൊന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെ ആശ്വാസം ലഭിക്കും.